ഹായ് ആൾ നാം മഹത്വപ്പെടുത്തെ ഞാൻ 2-3 ദിവസമായി കുറച്ച് കീമോ സ്റ്റാർട്ട് ചെയ്തു. 3rd ഡേ ആയിരുന്നു ഇന്ന്. ലൈറ്റായിട്ടുള്ള കീമോ, പക്ഷെ ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് ഡിലേ ആയി തുടങ്ങി. ഇന്ന് ദൈവം എന്നെ വീണ്ടും ചാൻസ് തന്ന് എന്നെ ഇരുത്തിയിരിക്കുകയാണ് കർത്താവ്. വീണ്ടും എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, എൻ്റെ യേശുവിനെ കാണിച്ചു തരാൻ മറ്റുള്ളവർക്ക്. പലർക്കും ഞാൻ ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് കുറേ പേർക്ക് അറിയില്ലായിരുന്നു എൻ്റെ ഈ കാര്യങ്ങൾ എന്തൊക്കെ നടന്നു പോയിരുന്നേന്നും. പിന്നെ പലർക്കും ഉപകാരമായെന്ന് പറഞ്ഞു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോഴും. പനിയുടെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ പനിച്ചു. ഇന്നലെ കണ്ടിന്യൂസ് പനിയായപ്പോൾ ആൻറ്റിബയോട്ടിക് ഇടാൻ നോക്കിയപ്പം ആൻറ്റിബയോട്ടിക് റിയാക്ട് ചെയ്തു ബോഡിയിൽ. പെട്ടെന്ന് കൊളാപ്സും ആയി, വയറ് വേദനിച്ച് തുടങ്ങി. അങ്ങനെ നെഞ്ചെടുപ്പം ആകെ വേർത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഇട്ട ഉടനെ 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ തീരാൻ പോവാണോ എന്ന് വിചാരിച്ചു. ഡോക്ടർ ഓടി വന്നു, ഇവിടെയുള്ള ചാർജുള്ള ഡോക്ടർ ഓടി വന്നു, നോക്കി ഒരു ഇഞ്ചക്ഷൻ തന്നു. പിന്നെ അതൊക്കെ കുറഞ്ഞു. മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടെന്നായി. പക്ഷെ അതോടുകൂടി ആ പനി പോയി. പിന്നെ എനിക്ക് അലർജി പോലെ വന്നു. ശരിക്കും മരുന്ന് റിയാക്ട് ചെയ്ത പോലെ അലർജി പോലെ വന്നു. അപ്പോഴേക്കും അലർജിയുടെ ഇഞ്ചക്ഷൻ കൊടുത്തപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉറങ്ങി, സുഖമായി ഉറങ്ങി. പിന്നെ പനിച്ചിട്ടില്ല അതുവരെ. ദൈവകൃപയാൽ ഇതുവരെ പനിച്ചിട്ടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കടന്നുപോയി. വീണ്ടും ദൈവത്തെ മുറുകെ പിടിക്കാൻ. ദൈവം എന്നെ കൂടുതൽ സ്നേഹിക്കുന്നു. അത് കാണിച്ചു തന്നെയാണ് ചെയ്ത്. കാരണം പനിയിൽ എൻ്റെ അവിടെ ആൻറ്റിബയോട്ടിക് ഇടേണ്ട ആവശ്യമില്ല. എൻ്റെ പനി ഞാനാ മാറ്റാൻ പോകുന്നത് എന്നുള്ളൊരു അറിവാണ് എനിക്ക് തന്നത്. 100 ഡിഗ്രി പനിയിലെ ആൻറ്റിബയോട്ടിക്കും പനിയുടെ മരുന്നൊക്കെ ഇടാൻ പോകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഞാനാണ് മാറ്റുന്നത് എന്നുള്ള പ്രൂഫ് ദൈവം തന്നു. ഇതുവരെ പനിച്ചിട്ടില്ല. ഇവിടെയൊക്കെ തണുപ്പാണ്, മഴ പെയ്തിട്ട്, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് കാലുമലത്തെ സർജറീസ് കഴിഞ്ഞു. കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞു, ബേത്സേതയിലത്തെ കാര്യങ്ങൾ പറഞ്ഞു, ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, എൻ്റെ അനിയത്തിക്ക് ഒരു കുഞ്ഞുണ്ടായ കാര്യം പറഞ്ഞു, ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, ഓപ്റ്റൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ അവിടെ വെച്ച് ഒരു രൂപത്തെ കണ്ടു. ബാക്ക് സൈഡാണ് കണ്ടത്. എന്താണെന്നറിയില്ല, ദേവദൂതം വന്ന് എനിക്ക് കാണിച്ചു തന്ന് എൻ്റെ ലോകവും എൻ്റെ നോട്ടവും എൻ്റെ ശ്രദ്ധയും ഇനി ആ ഒരു പ്രകാശം നിറഞ്ഞ ലോകത്തിലേക്ക് ആവട്ടെ. നീ കിടക്കുന്നത് ഈ ചെളികുണ്ടിലാണ്. ഇതിനെ മോഹിച്ച് ഇതിനെ ആശ്രയിച്ച് നീ നിൽക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഇങ്ങനെ മയങ്ങി പോകണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. അത്രയും മനസ്സിലാക്കി ആ രൂപം പോയി. പിന്നെ എന്നെ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റാണ്. അതിക്ക് മുമ്പായിട്ട് എൻ്റെ കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞു. ഡെങ്കു ഫീവർ വന്നതിൻ്റെ ഭാഗമായിരിക്കും, മെഡിസിൻസിൻ്റെ ആയിരിക്കും. കാഴ്ച കുറഞ്ഞ് ബ്ലറായിട്ട് കണ്ട് 2 ദിവസം അങ്ങനെ നിന്നു. ഞങ്ങളുടെ അപ്രയം തിരുമേനി ഉണ്ട്, എൻ്റെ സഭയിലെ ഞങ്ങളുടെ വലിയ തിരുമേനി. ആള് അവിടെ CMCയുടെ ആവശ്യത്തിന് വന്നതായിരുന്നു. അങ്ങനെ ആള് എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ആളുടെ ഡ്രസ്സിൻ്റെ ആ രൂപം കൊണ്ടാണ് മനസ്സിലാക്കിയ ആള്. അങ്ങനെ ആള് വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് ഡാഡി എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ലാസറച്ചനെയും കൊണ്ടുവന്നു. അച്ഛൻ വന്നന്ന് എൻ്റെ കയ്യിൽ വെയിൻ കെട്ടാണ്ട് പിക്ക് ലൈൻ ഇടാൻ ഇവിടെ ഒരു ലൈൻ ഇടും. അതിടാൻ പറ്റാണ്ട് നിൽക്കുമായിരുന്നു. പക്ഷെ അച്ഛൻ വന്നു. ഞാൻ ഹാപ്പിയായി, വളരെ ഹാപ്പിയായി. കണ്ണിന് കാഴ്ചയൊക്കെ കിട്ടി തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പം. മരുന്നുകളൊക്കെ ചെയ്തിരുന്നു. ഐ സ്പെഷ്യലിസ്റ്റ് വന്നു. ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യം, കണ്ണിൻ്റെ കാഴ്ച പോയപ്പോൾ എനിക്ക് ബൈബിള് വായിക്കാൻ കാഴ്ചശക്തി ഉണ്ടാവണം. എൻ്റെ അവസാനം വരെ എനിക്ക് ബൈബിള് വായിക്കാൻ കാഴ്ചശക്തി ഉണ്ടാവണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ
പിന്നെ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിനെ കണ്ടിട്ട് പുതിയായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ അവനെ കാണണം. ഇതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ദൈവം പ്രാർത്ഥന കേട്ടു. കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ശരിയായി. അങ്ങനെ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഡോക്ടേഴ്സ് ലൈൻസ് ഇട്ടപ്പോൾ ലൈൻ കിട്ടി. അങ്ങനെ അവരൊക്കെ വന്ന സന്തോഷത്തിൽ തന്നെയാണ് ഞാൻ 2 ദിവസം പോയത്. അവിടെ കൊണ്ടുപോയ വഴിക്ക് ഡോക്ടർ ഫൗസിയാണ് ചാർജ് ആയിരുന്നത്. ഡോക്ടർക്ക് ആ പുറത്തത്തെ സ്കിന്ന്, ഇവിടുത്തെ സ്കിന്നിൽ ബ്ലഡ് ഡോട്ട് കണ്ട വഴിക്ക് മനസ്സിലായി ഡെങ്കു ഫീവറാണെന്ന് മനസ്സിലായി. പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോഴാണ് അങ്ങനെ വരിക. അപ്പോൾ ഡെങ്കു ഫീവറിൻ്റെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അല്ലാണ്ട് തന്നെ ടെസ്റ്റിന് വിട്ടിരുന്നു. അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല അവർ. ആൻറ്റിബയോട്ടിക്, സ്ട്രോങ് ആൻറ്റിബയോട്ടിക്സ്, കോസ്റ്റ്ലി ആൻറ്റിബയോട്ടിക്സ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 വീക്സോളം ആൻറ്റിബയോട്ടിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു. പിന്നെ ഈ കാല് നമ്മൾ അനക്കാതെ വെക്കുകയാണ്. ഫീവറും ഡെങ്കി ഫീവറും നടക്കുന്ന കാരണം എവിടെയും പുറത്തിറക്കാണ്ട് ആ ഒരു റൂമിൽ, അപ്പുറത്തെ റൂം ഷെയറിങ് റൂമാണ്, കർട്ടൻ ഇട്ടിട്ടാണ് മറയ്ക്കുക. വെല്ലൂർ വന്നവർക്ക് അറിയാൻ പറ്റും. ഷെയറിങ് ആണ്. ഒരു വലിയ റൂമായിരിക്കും, ഷെയറിങ് ആണ്. കോമൺ ടോയ്ലറ്റ് ഒരെണ്ണുണ്ടാവും, കോമൺ TV. അപ്പോൾ ആ റൂമിലാണ് കാലൊരടി അനക്കാൻ പറ്റാത്തൊരു പരിപാടി. കാല് വുഡ് പോലെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സർജറി ചെയ്തോടത്തൊക്കെ ബ്ലഡ് ക്ലോട്ടായി ബ്ലാക്ക് കളറിലേക്ക്, ബ്ലാക്ക് കളറാണ്, കറക്റ്റ് ബ്ലാക്ക് കളറായി. കാരണം നടന്ന സർക്കുലേഷൻ അവിടെ ആവേണ്ട സമയത്താണ് എനിക്ക് ഡെങ്കു ഫീവർ വന്ന് കിടക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഡോക്ടർ വിക്രമൊക്കെ വന്നപ്പോൾ പറഞ്ഞു, ഈ പോകുന്ന വഴിക്ക് പോകുമ്പോഴുള്ള എല്ലാതും കളക്ട് ചെയ്യുന്നുണ്ടല്ലോ, വെറുതെ ഞാൻ ഒരു സർജറിക്ക് പോയിട്ട് അവിടുന്ന് ഡെങ്കു ഫീവറും കൊണ്ടുവന്നുല്ലോ, വഴി കൂടെ പോകുന്നതെല്ലാം വിളിച്ച് വാങ്ങിക്കൊണ്ടിരുന്നുണ്ടല്ലോ, അപ്പം അതുമായി എന്ന് പറഞ്ഞു. അപ്പം കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പെയിൻ ഭയങ്കരമായിരുന്നു. ഈ വുഡ് പോലെയുള്ള കാലം വെച്ചിട്ട് കിടക്കുമ്പോഴും പെയിൻ. കിടന്ന കിടപ്പ്. കാരണം ബെഡൊന്ന് ഇത്തിരി ഇന്ന് ചാരി ഇരുത്താൻ നോക്കി കഴിഞ്ഞാൽ ഹിപ്സിൻ്റെ അവിടെ തൊട്ട പെയിനാണ്, ഭയങ്കര പെയിൻ. അങ്ങനെ പെയിൻ കില്ലേഴ്സ് തന്നിരുന്നു. പെയിൻ കില്ലേഴ്സ് എപ്പോഴും തന്നുകൊണ്ടിരിക്കും, ട്രമഡോൾ ഇഞ്ചക്ഷൻ. അതുകൂടാണ്ട് പുറത്തൊരു പാച്ച് ഒട്ടിച്ചിരുന്നു. ഇതൊക്കെ ആയിട്ടും ഭയങ്കര പെയിനായിരുന്നു, ഭയങ്കര പെയിൻ. ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് കാലൊക്കെ ഒന്ന് അനക്കാൻ നോക്കി. ഓർത്തോ ഡോക്ടേഴ്സ് വരാറുണ്ട്, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവർ ഡിസ്കസ് ചെയ്യും ഹെമറ്റോളജിക്കാരായിട്ട്. അങ്ങനെ കാലിൻ്റെ അവിടുത്തെ ബ്ലാക്ക്നെസ് ബ്ലാക്കായിട്ട് ഇങ്ങനെ വന്നു. ഫിസിയോതെറാപ്പി ചെയ്ത് എങ്ങനെയും നടക്കാണ്ട് പറ്റില്ല. ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് കാലൊന്ന് ചെറിയ വിരലുകൾ വരെ നീക്കുക. ഞാൻ ഓളിയാണ്. ഭയങ്കര ഒച്ചയും ഭയങ്കര കരച്ചിലുമായിരുന്നു. അപ്പോൾ അവിടെ അപ്പുറത്തെ റൂമിലുള്ളവരൊക്കെ കരയാണ് എൻ്റെ കൂടെ. അവിടെ അന്നുണ്ടായിരുന്ന സിസ്റ്റേഴ്സൊക്കെ എന്നെ അറിയുന്നത് ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു, ആ വേദനയായിരുന്നു. വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് തീരാൻ പറ്റില്ല, അത്രമാത്രം വേദനയായിരുന്നു. അതിപ്പോഴും ഓർക്കുമ്പോൾ ഉള്ളിൽ പേടി വരാം, അത്രയും വന്നൊരു വേദന. അങ്ങനെ ഈ വേദനകൾ ഒക്കെ ഉള്ളപ്പോൾ എനിക്ക് ട്രമഡോൾ തരുമ്പോൾ ഉറക്കം തന്നെയാണ്, മയക്കം തന്നെയാണ്, മയക്കത്തിൽ നിന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് എനിക്കുമ്പോഴാണ് വേദന. അപ്പം അങ്ങനെ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കണം. ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പോകുന്നു. തൊടണ്ട കാലം എന്ന് പറയുള്ളൂ, തൊട്ടാ വേദന, ഓളി ബഹളാണ്. അപ്പോൾ പോവാണ്. പിന്നെ അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് അത് ചെയ്യണം, അല്ലാണ്ട് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് കാലിൻ്റെ പാദമൊന്ന് ഇങ്ങനെ കാണിക്കുന്ന ഒരു ഫോമിലേക്ക് എത്തിക്കാൻ അവൻ ചെയ്യുമ്പോഴേക്കും ഞാൻ അന്നത്തെ ദിവസം ഏറ്റവും വലിയ പെയിനായിരുന്നു. ഡോക്ടറിനോട് ചോദിച്ചു, എൻ്റെ പുറത്തൊട്ടിക്കുന്ന പാച്ച് 72 hours ഉള്ളതാണ്, പക്ഷെ അത് 24 hours കഴിയുമ്പോഴേക്കും എനിക്ക് അതിൻ്റെ പെയിൻ, അതിൻ്റെ എഫക്റ്റൊക്കെ പോവാണ്, പെയിൻ കൂടാണ്.
ഞാൻ പറയാ ഡോക്ടറെ എനിക്ക് അതിൻ്റെ 75 ml ഒന്നും പോരാ, എൻ്റെ മേത്ത് ഒട്ടിച്ചോ, പാച്ചുകൾ ഇങ്ങനെ ഒട്ടിക്കേ, വേദന പറ്റണില്ല എന്നിങ്ങനെ പറയുന്നു. അപ്പം ആ അവസ്ഥയിൽ ഒരു ദിവസം രാത്രി ഞാൻ കിടക്കാണ്, ട്രമഡോളിൻ്റെ ഒരു ഇതിൽ മയക്കത്തിൽ കിടക്കാണ്, വേദന ചെറുതായിട്ടുണ്ട്. മമ്മി അപ്പുറത്തെ സൈഡ് ബെഡിൽ കിടക്കുന്നു. ഞാനിങ്ങനെ കരയുക, സൗണ്ടില്ലാണ്ട് കരയുക, എന്തുമാത്രം വേദന. അങ്ങനെ ആ വേദന അനുഭവിക്കുന്ന സമയത്ത് ഞാൻ കുരിശിൽ നിൽക്കുന്ന കർത്താവിനെ കാണാം. കുരിശിൽ ആണി തറച്ചിട്ട് ചോരയിൽ മുങ്ങി നിൽക്കുന്ന കർത്താവിനെ കാണാം. അപ്പോൾ എനിക്ക് തിരിച്ചറിവ് വന്നു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയിട്ടല്ലേ ആ കുരിശിൽ വേദന, എന്തുമാത്രം വേദന അനുഭവിച്ചു. ആ വേദനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാനൊരു ഉറുമ്പ് കടിക്കുന്ന വേദന അനുഭവിക്കുന്നുള്ളൂ. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയല്ലേ ഞാൻ അനുഭവിക്കുന്നുള്ളൂ. എൻ്റെ കാര്യങ്ങൾ അപ്പോഴും സേഫാണ്. എന്നെ നോക്കാനൊരു അമ്മ, എനിക്ക് ഇത്രയും നല്ല വലിയ ഹോസ്പിറ്റല്, ഡോക്ടേഴ്സ്, നേഴ്സുമാർ, വേദന കുറയ്ക്കാൻ പറ്റിയ എല്ലാ മരുന്നുകളും അവർ തരുന്നുണ്ട്. എന്തെങ്കിലും വന്ന് ഓടി വരാൻ എല്ലാവരും ഉണ്ട്. നല്ല കംഫർട്ടായിട്ടുള്ള ബെഡിലാണ് ഞാൻ കിടക്കുന്നത്. ഇതൊന്നും ഇല്ലാത്ത എത്രയോ പേരുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് റോഡ് സൈഡിൽ കിടക്കുന്ന വേദനയോ അസുഖങ്ങളൊക്കെ ഉള്ളവർ എത്രയോ പേരുണ്ട്. എത്രയോ പേര് ഉള്ള ലിമിറ്റഡ് സ്പേസിൽ വെച്ച് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെ സ്വന്തം വീട്ടിൽ ഈ വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് എന്നുള്ള ചിന്ത ഒന്നും. അപ്പോഴും എന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടിരിക്കുന്നത്. അനുഗ്രഹം ഭയങ്കരമാണ്. നമ്മൾ എന്താ കാലുവേദന എന്നാ നമ്മൾ നോക്കുന്നുള്ളൂ. ഈ ഒരു പാർട്ട് ചിന്തിച്ചാൽ നമ്മളിപ്പോഴും കർത്താവിൻ്റെ കാര്യങ്ങളിൽ കർത്താവ് അത്ര അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് കർത്താവ് ആ തിരിച്ചറിവ് തന്നു. എൻ്റെ യേശുവിൻ്റെ വേദന അതിൽ ഒരു ചെറിയ പങ്കാളിയാവാനെങ്കിലും, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയല്ല തരുന്നുള്ളൂ. അത് അനുഭവിക്കാൻ എനിക്ക് യോഗ്യത വേണം. കാരണം എനിക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് എത്തേണ്ടത്. അപ്പം ഞാൻ സ്വയം പറഞ്ഞു, എൻ്റെ യേശുവേ, ഞാൻ ഇനി സന്തോഷത്തോടു കൂടിയിട്ട്, എനിക്ക് ഒരു മരുന്നും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇനി സന്തോഷത്തോടു കൂടി ഈ വേദന ഏറ്റെടുക്കാൻ പോവാ. കാരണം എനിക്ക് കർത്താവിൻ്റെ വേദനയിൽ, കർത്താവ് അന്ന് അനുഭവിച്ച വേദനയിൽ പങ്കാളിയാവണം. അതിൻ്റെ ഒരു ചെറിയൊരു വേദനയെങ്കിലും ഞാൻ അനുഭവിക്കണം. ഞാൻ സന്തോഷം കൊണ്ടാണ് പറയുന്നതെന്നും പറഞ്ഞു ഞാൻ ഏറ്റെടുത്തു. ഞാനന്ന് ഭംഗിയായിട്ട് ഉറങ്ങി. അങ്ങനെ സിസ്റ്റേഴ്സ് വീണ്ടും സമയങ്ങൾ കഴിയുമ്പോൾ ഈ ഇഞ്ചക്ഷൻ തരാൻ വരുമ്പോൾ എങ്കിൽ അപ്പോൾ എനിപ്പിച്ച് അവർ വന്ന് തരുന്ന നേരത്തെ അവൻ പറഞ്ഞു, എനിക്ക് ഈ മരുന്ന് വേണ്ട എന്ന് ഞാൻ ഉറക്കത്തിൽ പറഞ്ഞു. അപ്പോൾ അവർ പോയി. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 hours കഴിഞ്ഞ് വന്നു. ട്രമഡോൾ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, ക്വിൻസി തരട്ടേന്ന് ചോദിച്ചു. അപ്പം നമ്മൾ സിസ്റ്റർ, എനിക്ക് വേദനിക്കണില്ല, ഞാൻ മയക്കത്തിലാണ്, എനിക്ക് വേദനിക്കണില്ല, ഇപ്പം വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവർ വന്ന് ഡോക്ടേഴ്സ് വരുന്ന ടൈമായി, രാവിലെ പുലർച്ചയ്ക്ക്. അപ്പോൾ അവർ വന്നപ്പോൾ 7 o'clock 8 o'clock ഉള്ളിൽ വരാറ്, 8 മണിയുടെ വരും. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ സിസ്റ്റർമാരെ, മീൻസി പെയിൻ ഉണ്ടോ, ഞങ്ങൾ തരാട്ടോ, ഇഞ്ചക്ഷൻ എപ്പോൾ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പെയിനില്ല സിസ്റ്ററെ എന്ന്. പിന്നെ ഞാൻ ശരിക്കും ആലോചിച്ചപ്പോൾ എനിക്ക് പെയിനില്ല. അപ്പോഴാണ് ഉറക്കത്തിൽ നിന്നൊക്കെ ഞാൻ വിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് പെയിനില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഒരു ചെറിയൊരു, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. യേശു എന്നെ വന്ന് തൊട്ടോ, എൻ്റെ വേദന പോയില്ലോ ഫുള്ള് എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു. അങ്ങനെ ഡോക്ടേഴ്സ്, ഹെമറ്റോളജിക്കാർ റൗണ്ട്സിന് വന്നു. അപ്പോൾ ഡോക്ടർ പുറത്തൊട്ടിക്കുന്ന പാച്ചിൻ്റെ ഇത് ML കൂട്ടാനുള്ള ഒരു, ഞങ്ങൾ ഇത്രയും ആക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് പെയിനില്ല. അപ്പോൾ യു ആർ കിഡിങ്? ഞാൻ പറഞ്ഞു, അല്ല, ഐ എം നോട്ട് കിഡിങ്, എനിക്കെന്തോ പെയിനില്ല, എൻ്റെ ജീസസ് എന്നെ വന്ന് തൊട്ടിട്ടുണ്ട്
എനിക്ക് പെയിനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, യു ഡോണ്ട് ഹാവ് ടു സഫർ, ഓക്കെ, അറിയിക്കാതെ ഇരിക്കരുത്, പെയിൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇല്ല ഡോക്ടറെ, എനിക്ക് പെയിനില്ല. കാരണം ആരും വിശ്വസിക്കില്ല, അങ്ങനെയാണ് ഞാൻ തലേദിവസം വരെ ഞാൻ സഫർ ചെയ്ത പെയിൻ. ദെൻ ഇറ്റ്സ് ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവർ പോയി. പെയിൻ കില്ലേഴ്സൊന്നും അവർ ചോദിച്ചാൽ മാത്രം കൊടുത്താൽ മതി എന്നുള്ളതിൽ പോയി. അങ്ങനെ ഞാൻ കിടക്ക തന്നെയാണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, പെയിനില്ലല്ലോ, എണീറ്റിരിക്കാൻ തോന്നാം. പെട്ടെന്ന് കൈ കുത്തിയിരിക്കാനുള്ള ഒരു പേടി കൊണ്ട് മമ്മിയോട് ഞാൻ പറഞ്ഞു, ആ ബെഡൊന്ന് അവിടെ മെക്കാനിസം ഒന്ന് ചെയ്തതെന്ന്, ഞാൻ ചാരി വരട്ടെ എന്ന് പറഞ്ഞു. അപ്പം മമ്മി പതുക്കെ അത് കുറച്ച് ചെയ്തപ്പോൾ കുഴപ്പമില്ല. സാധാരണ അതങ്ങനെ മടങ്ങുമ്പോൾ നമ്മുടെ ഹിപ്സിൻ്റെ അവിടെ മടങ്ങുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല, പെയിനില്ല. ആ പെയിനില്ലാണ്ടായപ്പോൾ കുറച്ചും കൂടി ചെയ്തു. മമ്മി എന്നെ ഇരുത്തണ പൊസിഷനിലിരുത്തി. ഞാൻ പറയണ മമ്മി അതങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെ മമ്മി പതുക്കെ തിരിച്ച് ഞാനൊന്ന് ഇങ്ങനെ ചാഞ്ഞ് ശരിക്കിരിക്കുന്ന പോലെ ഇരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം കാല് താഴെ ഇട്ടിട്ട് ചെരിഞ്ഞിട്ട് ഇരിക്കുക, ഈ സപ്പോർട്ടില്ലാണ്ട്, ബെഡിൻ്റെ സപ്പോർട്ടില്ലാണ്ട്. മമ്മി ഒന്ന് എൻ്റെ കാലൊന്ന് പിടിച്ചിട്ടൊന്ന് താഴ്ത്തിക്കിട്ടു. നമുക്ക് തന്നെ കാലിങ്ങനെ നിരക്കി കൊണ്ടുവന്നിട്ടാനുള്ള അത്രയും ആയിട്ടില്ല, വീക്കാണ്. അപ്പം മമ്മി സിസ്റ്റർമാരെ വിളിക്കട്ടെ ഞാൻ എന്ന് ചോദിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിക്ക് പേടിയുണ്ട്, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. മമ്മി ഞാൻ പറയണതൊന്ന് കേട്ടെ, ദൈവം എന്നെ വന്ന് തൊട്ടുണ്ട്, യേശു എനിക്ക് അതിനും പെയിൻ മാറ്റി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി കാല് പതുക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ബെഡിൻ്റെ താഴ്ത്തിയിടണം. അപ്പം ഞാനും ഇങ്ങനെ ചെരിയണം. ഞാനും ചെരിഞ്ഞ് ബെഡിൽ കാല് താഴ്ത്തി ഇരിക്കുന്ന പരുവത്തിലിരുന്നു. എനിക്ക് പെയിനില്ല. അപ്പം എൻ്റെ ആഗ്രഹം ഒന്നും കൂടി കാല് താഴെ കുത്തണം. അപ്പോൾ വോക്കർ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ്. ആ വോക്കർ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴും മമ്മി പറഞ്ഞു, ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ട് പോരെ, അല്ലെങ്കിൽ സിസ്റ്റർമാരെ വിളിക്കട്ടെ. വേണ്ട, എനിക്കതുമ്പോൾ പിടിച്ചിട്ട് എനിക്ക് ആ ചെയറിൽ ഇരിക്കണം എന്ന് പറഞ്ഞു. ചെയറുണ്ട് അവിടെ. അങ്ങനെ വോക്കർ കൊണ്ടുവന്ന് ഞാൻ വോക്കർമ പിടിച്ച് എഴുന്നേറ്റ് നിന്നു. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ നിന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ കാൽപാദം താഴെ കുത്തിയപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിലത്തെ തൊലിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെറും അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ബോഡി. 7 ദിവസം നമ്മൾ നടന്നില്ലെങ്കിൽ നമ്മുടെ സ്കിന്നും ഇതൊക്കെ പോവാണ്, മെമ്മറി പോവാണ്. അത്രയ്ക്കുള്ളൂ മനുഷ്യർ. അങ്ങനെ ഞാൻ കാല് താഴെയിട്ട് കുത്തി നിന്നപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം അതൊക്കെ വോക്കർ ഇങ്ങനെ ചെരിച്ച് ചെയറിലോട്ടിരുന്നു. ചെയറിലിരുന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തൊരു സുഖം, ഇരുന്നിട്ടുള്ള സുഖം. നമ്മളൊന്നും അറിയണില്ല. നമ്മുടെ ലൈഫിൽ നടക്കണു, ഇരിക്കണു, എഴുന്നേൽക്കണു, പല കാര്യങ്ങളും ചിന്തിച്ച് കിടക്കണു, ഭയങ്കര മെമ്മറി കാണിക്കണു. പല നമ്പറും എൻ്റെ ഹസ്ബൻഡ് പറയും, ഫോൺ നമ്പർ ഭയങ്കര മെമ്മറി ആൾക്ക്. അല്ലെങ്കിൽ നമ്പേഴ്സ് ഇപ്പോഴും ഓരോന്നിൻ്റെയൊക്കെ പാർട്ട് നമ്പർ ചോദിച്ചാൽ പടപടാന്ന് പറയുന്ന ഒരു ആളാണ് അത്. അത്രയും മെമ്മറിയാണ്. പക്ഷേ ഈ മെമ്മറിയൊക്കെ നമ്മൾ ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്ന കിടപ്പ്, നടക്കാതെ കാല് കണ്ടിരുന്ന മെമ്മറിയൊക്കെ നമ്മുടെ പോവും. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ഇരുന്ന് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്തോ ഡോക്ടേഴ്സ് വരുന്നത്. അപ്പോൾ അവർ അന്നത്തെ എൻ്റെ അനുഭവം കണ്ട മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ വന്നിട്ട് വായിൽ കൊയ്കുത്തി, ഞങ്ങൾ എന്തായി കാണുന്നതെന്ന് പറഞ്ഞിട്ട് വായ പൊത്തി. തലേദിവസം അവർ വന്നപ്പോൾ എന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഡോക്ടർ, ജീസസ് ടച്ച് മൈ ലെഗ്. ദിസ് ഈസ് ട്രൂ, യു ആർ റിയലി എ മിറാക്കിൾ എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കൈയൊക്കെ വെച്ച് ബ്ലസ് ചെയ്തു ആ ഡോക്ടർ.
അങ്ങനെ അതവർ സമ്മതിച്ചൊരു കാര്യം തന്നെയാണ്. അവിടുത്തെ ഹെഡ് ഡോക്ടർ വിനു ചെറിയാനുണ്ട്. ആളെന്നെ കാണുമ്പോൾ ഇപ്പോഴും പറയും, ഞങ്ങൾ സയൻസാണ് പഠിച്ചിരിക്കുന്നതും ഇവിടെ ചെയ്യുന്നതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളാണ്, ബട്ട് ദൈവമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് നിൻ്റെ ലൈഫിൽ ഞങ്ങൾ ശരിക്കും അത് കണ്ടു, നിൻ്റെ ലൈഫിലാണ് ഞങ്ങളത് കണ്ടത് എന്ന് പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്. എന്നെ എപ്പോഴും ഓർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായ കാരണം. അങ്ങനെ പിന്നെ വേദന ഉണ്ടായിട്ടില്ല. ഫിസിയോതെറാപ്പിസ്റ്റ് വന്നപ്പോഴും ഷോക്കായി. അപ്പോൾ അവൻ ഫസ്റ്റ് പറഞ്ഞത്, നമുക്കിനി നടക്കാം, ഇനിയിപ്പോൾ കാലിൻ്റെയുള്ള എക്സസൈസും കാര്യങ്ങളും വെച്ചിട്ട് തുടങ്ങണ്ടല്ലോ, കാരണം ഓൾറെഡി ഞാൻ ഇരുന്നു, ഇനി നമുക്ക് നടക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഒരു റൗണ്ട്, അതിൻ്റെ അകത്തൊരു സ്ഥലമുണ്ട് വരാന്ത, ആ വരാന്തയിൽ ഒരു റൗണ്ട് നടന്നു. അത്രയ്ക്ക് നടന്നൊക്കെ കഴിഞ്ഞു. ഞാൻ നല്ല ഇമ്പ്രൂവ്മെൻ്റായി. പ്രയറും കാര്യങ്ങളൊക്കെ വീണ്ടും ഞങ്ങളുടെ ഡാഡി വരുമ്പോഴും മമ്മി വരുമ്പോഴും. ചേട്ടൻ്റെ കാര്യം പറയാത്തത്, ഹസ്ബൻഡിന് ലീവ് കഴിഞ്ഞാൽ പോകണം, ആൾക്കധികം നിൽക്കാൻ പറ്റില്ല. മേജർ കേസിനെ വരാം, കുറച്ച് റിക്കവറായിന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളെ പോവാം. അപ്പോൾ അതുകൊണ്ടാണ് ആളെപ്പറ്റി പറയാത്ത അധികം. ആൾ ഉണ്ടാവാറില്ലല്ലോ, ആൾ മസ്കറ്റിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ ഡാഡി മമ്മി ഞങ്ങളൊരു 6 o'clock ആകുമ്പോൾ പ്രാർത്ഥനയും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും. ഒരു പ്രത്യേക സന്തോഷമായി. അപ്പോഴാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പേഷ്യൻ്റ് മാറി വേറൊരു പേഷ്യൻ്റ് വരുന്നത്. അവർ അകത്ത് വന്നപ്പോൾ തന്നെ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നമുക്കത് ഇഷ്ടമാവുന്നില്ല. ഈ ടീം ഏതാണെന്ന് മനസ്സിലാവുന്നില്ല, കാണുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു ലേഡി കടന്നുപോയി. അപ്പോൾ മനസ്സിലായി വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ടീമാണ്. അവർക്കൊരു പ്രത്യേക ടൈപ്പ് വളയുണ്ടാവും, റെഡും വൈറ്റും ഒക്കെ കൂടിയ വള, അതിട്ടിട്ടുണ്ടാവും. അവരുടെ പ്രത്യേകത അതാ വെസ്റ്റ് ബംഗാളുകാർ, ആ വളകൾ. അപ്പോൾ അതിട്ടിട്ടുണ്ട്. അപ്പോൾ കൽക്കട്ട വെസ്റ്റ് ബംഗാളിലെ ടീമാണെന്ന് മനസ്സിലായി. അപ്പോൾ അവരെന്താ യൂസ് ചെയ്യുന്നത് എനിക്ക് സ്മെല്ല് പറ്റണമെങ്കിൽ വോമിറ്റിങ് വരാം. ചിലപ്പോൾ പൗഡറിൻ്റെ ആയിരിക്കും, പെർഫ്യൂമിൻ്റെ ആയിരിക്കും, എന്തിൻ്റെയാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങി, എൻ്റെ ദൈവമേ ഇതെന്താ പരീക്ഷണം, ഭർത്താവ് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനപ്പുറത്ത് ആരാ വന്നിരിക്കണേന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. അവർ ബംഗാളിലാണ് സംസാരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് വന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴാണ് മനസ്സിലായത് അതൊരു പെൺകുട്ടി, ഫീമെയിലാണ്, 21 years old. അവൾ BSc നഴ്സിങ്ങിനെ പഠിക്കുമ്പോഴാണ് അസുഖം വന്ന് ഇത് നിർത്തി, പഠിത്തം നിർത്തി ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ലുക്കീമിയാണ്. അവളോട് സിസ്റ്റേഴ്സ് ഇതെന്താ കഴുത്തിലും കയ്യിലൊക്കെ ഓരോന്ന് ഇട്ടിരിക്കണേ, ഇതൊക്കെ ഊരി വെച്ചിട്ട് ലൈൻ ഇടണം, സെൻട്രൽ ലൈൻ, ഇതിടാൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണം, ഇതൊക്കെ മാറ്റി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. രക്ഷാകെട്ടലും കയ്യിലായാലും കഴുത്തിലായാലും അതിലാണ് രക്ഷ എന്ന് വിശ്വസിച്ചിരിക്കുന്നവരുണ്ട്. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യല്ല. ക്രിസ്ത്യൻസ് ആണെങ്കിലും ഒരു കൊന്തയിടും, അതിലൊക്കെയാണ് അതിലാണ് രക്ഷ എന്ന് വിശ്വസിച്ചിരിക്കുന്നവർക്ക് ഞാൻ പറയാണ്. അങ്ങനെ ആ കുട്ടീനെ കൊണ്ടുപോയപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഒരു തിയേറ്ററിൽ കൊണ്ടുപോകണം. പോയി വന്നിട്ട് അത് ടോയ്ലറ്റിൽ പോകുമ്പോഴാണ് ഞാൻ ഈ കുട്ടിയുടെ രൂപം കണ്ടപ്പോൾ എനിക്ക് ഷോക്കായി. 21 years old ഒരു കുട്ടി, ഒരു എന്താ പറയുക, ഒരു 13 to 14 years oldൻ്റെ മെച്യൂരിറ്റി കാണുന്നു. അതും പ്യുവർ നല്ല ബ്ലാക്ക് കളർ, സ്ലിം. അപ്പോൾ കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ആൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ആ കുട്ടിയുടെ അമ്മയ്ക്ക് കഴിവുറവുണ്ട്, കുട്ടിക്ക് നല്ലോണം ഇംഗ്ലീഷ് പറയാൻ പഠിപ്പുണ്ട്, ഒക്കെ ഉണ്ട്. ആ കുട്ടിയുടെ ബ്രദറിന് എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഒരു 25 year ഉള്ള ഒരു ആൾ വന്ന് ഡോറമാൻ കാർട്ടൂൺ കണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് ഓടാം.
അതും ഒരു ബോധമില്ലാത്ത പോലെ എന്തോ ഒരു മിസ്സിങ് ഉണ്ട്. ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതിൻ്റെ ഫാദറാണ്. അയാളൊരു പോസ്റ്റ് മാസ്റ്ററാണ് അവരുടെ നാട്ടിൽ. അങ്ങനെ അയാളുടെ ചെലവിൽ അയാളുടെ ഗവൺമെൻറ് അവർക്ക് പൈസ കിട്ടും. അങ്ങനെയാണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. ആ ഫാദറാണ് ഉത്തരവാദിത്തമുള്ളത് ഭക്ഷണം കൊണ്ടുവരാനും അതിനൊക്കെ. എന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും അവരുടെ ഭാഷ അറിഞ്ഞില്ലെങ്കിലും അയാൾ വരുമ്പോഴാണ് ആ കുട്ടി സംസാരിക്കുന്നത്. അമ്മോടും ബ്രദറിനോടും ഒന്നും സംസാരിക്കുന്നേ ഇല്ല. അങ്ങനെ ഞാൻ ഈ സ്മെല്ലും കാര്യങ്ങളും അവർ കൊണ്ടുവരുന്ന ഭക്ഷണവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി എനിക്ക് വേദനകളില്ലോ. അപ്പം ഞാനിങ്ങനെ കിടക്കുമ്പോൾ അപ്പുറത്ത് എൻ്റെ ഒരു കർട്ടൻ ഡിവൈഡ് ചെയ്തിട്ടാണ് അപ്പുറത്തെ പേഷ്യൻ്റ് കിടക്കുന്നത്. ഗ്യാപ്പുണ്ട്. ഈ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, ഇടയ്ക്ക് ഏങ്ങി കരയുന്നത്. അപ്പം അതിൻ്റെ അമ്മ കൂർക്കം വലിച്ച് ഉറങ്ങാണ്. എൻ്റെ അമ്മയും ഒരു സൈഡിൽ നല്ലോണം കൂർക്കം വലിയായിട്ട് ഉറങ്ങാണ്. അപ്പോൾ കുട്ടി കരയുന്നത് ഞാൻ കേൾക്കാം. ഭയങ്കര കരച്ചിൽ, ഏങ്ങി അതിൻ്റെ നാടും അതിൻ്റെ ആൾക്കാരെ കാണാത്തതിൻ്റെ വിഷമം, അസുഖം വന്നതിൻ്റെ എന്താണെന്നറിയില്ല. കുട്ടി കരച്ചിലോട് കരച്ചിൽ. എനിക്കൊന്നൊന്ന് പറയാൻ എനിക്ക് ഭാഷയും കാര്യങ്ങളും അറിയില്ല. ഈ കുട്ടിക്ക് എത്രത്തോളം ഇംഗ്ലീഷ് ഭാഷ പറഞ്ഞാൽ മനസ്സിലാവുമെന്നും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ കരഞ്ഞിട്ട് ഞാനിങ്ങനെ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് എന്നോട് സിമ്പത്തിയായി. അപ്പോൾ ദൈവം എനിക്ക് നമ്മുടെ ബൈബിളിലൊരു സ്റ്റോറി ഉണ്ട്. പത്രോസിനെ കൊർന്നല്യോസ് എന്ന് പറഞ്ഞ ആളുടെ അടുത്തേക്ക് വിടുന്നത്. ആക്ട്സ് 10 ആ സ്റ്റോറി. ആക്ട് 10 അപ്പോസ്തല പ്രവർത്തികൾ. ആ ഒരു ഭാഗം എൻ്റെ ചിന്തയിൽ വരും. എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരോട് വെറുപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല. അവർ എൻ്റെ മക്കളാണ് എന്നുള്ള ചിന്ത കർത്താവ് എനിക്ക് കൊണ്ടുവരാം. എന്തിനാ നീ അവരുടെ സ്മെല്ലൊക്കെ വെറുക്കണേ? നിന്നെ ഞാൻ അതിലും വലിയ ആക്കാനുള്ള ശക്തിയുള്ള കർത്താവാണ് എൻ്റെ കൂടെ. അവർക്ക് എന്നെ വെറുപ്പ് തോന്നിക്കുന്ന സ്മെല്ലുണ്ടാക്കാൻ അധികം നിമിഷം വേണ്ട. അപ്പം അതെൻ്റെ മക്കൾ തന്നെയാണ്. അപ്പം ഞാൻ സോറി പറഞ്ഞു, മനസ്സിൽ സോറി പറഞ്ഞു. അയ്യോ സോറി, സോറി. ആ കുട്ടിയോട് പോയിട്ട് നിൻ്റെ കാര്യങ്ങൾ പറയുമെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും, കർത്താവേ എനിക്ക് പറഞ്ഞ കുട്ടിക്ക് പോസിറ്റിവിറ്റി കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു കൾച്ചറായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഞാനെങ്ങനെ പോയി സംസാരിക്കുക? കർത്താവേ, അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങ് തന്നെ അതിനൊരു അവസരം ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വോക്കർ വെച്ച് നടക്കാൻ പോകുമ്പോൾ ഈ കുട്ടി അവിടെ കുറച്ച് കർട്ടൺ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് ഡോർ സൈഡിൽ. അപ്പോൾ കണ്ടപ്പോൾ ഹായ് കാണിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഹായ് കാണിച്ചപ്പോൾ ഞാനും ഹായ് കാണിച്ചു. എന്നിട്ട് എന്നോട് പേര് ഇതൊക്കെ ചോദിച്ചു. അങ്ങനെ വന്ന് എന്താണ് അസുഖം എന്നൊക്കെ ചോദിച്ചു. ആ കുട്ടി സംസാരിക്കുന്ന തന്നെ ആ കുട്ടിയാണ് എന്നെ ഇൻവൈറ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ അവിടെ വോക്കറിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. ഞങ്ങൾ സംസാരിച്ച് വന്ന വിഷയം പോസിറ്റിവിറ്റി തന്നെയാണ് ഞാൻ കൊടുത്തിരുന്നത്. ഒരു ഗോഡുണ്ട്, ഒരു ക്രിയേറ്ററുണ്ട്. ആ ഗോഡിനോട് നീ പ്രോബ്ലംസ് പറയും. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും, എൻ്റെ എല്ലാതും നീ ഇറക്കി വയ്ക്കുക. അത് ലിവിങ് ഗോഡാണ്, ലിവിങ് ഗോഡ്. പിന്നെ നമ്മളൊരു ചില്ലുകൂട്ടിലോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ ഇങ്ങനെ നമ്മൾ വയ്ക്കുന്ന ദൈവമല്ല. നമ്മുടെ കൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ്. എൻ്റെ ബിലീഫാണ് ഞാൻ പറയുന്നത്. എൻ്റെ ബിലീഫ് പറയാൻ ദൈവം എനിക്ക് ചാൻസ് ഉണ്ടാക്കി തന്നവരോടാണ് ഞാൻ പറയാറ്. അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളെയല്ല ഞാനിവിടെ പറയുന്നത്. എൻ്റെ വിശ്വാസം, ആ വിശ്വാസം സത്യമാണെന്ന് എൻ്റെ ദൈവം പറഞ്ഞു, കാണിച്ചു തന്നു. ആ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ
ഞാൻ പറഞ്ഞു നിന്റെ കൂടെയുള്ള ദൈവത്തിന് നീ ഇപ്പോൾ നിനക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ നിനക്ക് ചർച്ച് അമ്പലത്തിൽ പോകാൻ പറ്റുമോ? ഹിന്ദുസാണ് അവർ, നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുമോ? ഇല്ല. വൈ? അവിടെ പോയി ദൈവത്തിനെ കാണാൻ പറ്റുമോ? ഇല്ല. നിന്റെ കൂടെ ഉണ്ട്, നിന്റെ കൂടെ നിന്റെ ലിവിങ് ഗോഡ് നിന്റെ എല്ലാ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. നിന്റെ പുറകിലൊരു ഉദ്ദേശമുണ്ട്. നിനക്കത് ആ ദൈവത്തിനെ നീ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, യു നോ ഐ ഡോണ്ട് ബിലീവ് ഇൻ ഓൾ ദീസ് തിങ്സ്. ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് അറിയാം. അപ്പം ഞാൻ ചോദിച്ചു, നിൻ്റെ കഴുത്തിലത്തെയും കയ്യിലത്തെയും സാധനങ്ങളൊക്കെ ഇപ്പോൾ കെട്ടിയിട്ടില്ല അവൾ ഹോസ്പിറ്റലിൽ? അതൊക്കെ മാറ്റി വെച്ചിട്ടല്ല തിയേറ്ററിൽ കൊണ്ടുപോയി. ആ രക്ഷ എപ്പോഴാണ് ആവശ്യം? മേജർ കാര്യങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെയാണല്ലോ നമ്മൾ രക്ഷ കെട്ടുന്നത്. അപ്പം അത് കടത്താൻ സമ്മതിച്ചു? ഇല്ല. അപ്പം ആ രക്ഷയിലല്ല ദൈവം ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതല്ല രക്ഷ. ആ കഴുത്തിലോ കയ്യിലോ ജപിച്ച് അരയിലോ ജപിച്ച് കെട്ടുന്നതല്ല രക്ഷ. ഈ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുക. നിന്റെ പ്രശ്നങ്ങളെല്ലാം നീ ഒരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ പറ. ഞാൻ അങ്ങനെ ചെയ്യുന്നു. നിനക്കൊരു സൊല്യൂഷൻ അവിടെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഈ മനുഷ്യരിലൊന്നും നോക്കിയിരിക്കേണ്ട. മിണ്ടാൻ കഴിയാത്ത പ്രതിമകളോട് ഇന്ന് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. നിന്റെ കൂടെയുള്ള ദൈവത്തിനോട് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം തരുന്ന ഒരു പീസ് ഉണ്ട്, പീസ് ഓഫ് മൈൻഡ്. അതിലേക്ക് വിശ്വാസം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഒരു ഗോഡിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളൂ. ഞാനൊരു വൺ പവർഫുൾ ഗോഡിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ കുട്ടി ഇങ്ങോട്ട് ചോദിച്ചു, യുനോ യു ആർ എ ക്രിസ്ത്യനും? ആ അതെ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ജീസസിലാണ്. എൻ്റെ ജീസസാണ് എന്നെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീസസാണ് എൻ്റെ കൂടെയുള്ള ലിവിങ് ഗോഡ്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. ആ പേര് ജീസസ് ആണ്. അപ്പോൾ അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്, ഐ ടു ലവ് ജീസസ്, ഐ ടു ലവ് ജീസസ്. ഞാൻ കോൺവെൻറ്റിൽ സ്കൂളിങ് മുതൽ ഞാൻ കോൺവെൻറ്റ് സ്കൂളുകളിലാണ് കോളേജുകളിലാണ് പഠിച്ചത്. എനിക്ക് ജീസസിൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്. ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇത് കേട്ടപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ജീസസിനെ കുറിച്ച് പറയാൻ ദൈവം എനിക്ക് ചാൻസ് തന്നു. ദൈവം എനിക്ക് ചാൻസ് തന്നതാണ്. ഇനി പറയുന്നത് ഗോഡ് അല്ലെങ്കിൽ അത് വെച്ചിട്ടല്ല, ജീസസിനെ വെച്ചിട്ട് തന്നെ പറഞ്ഞു. അങ്ങനെ അവൾക്കൊരു മെൻ്റൽ സപ്പോർട്ട് ശരിക്കും കിട്ടി. ആ കുട്ടിക്ക് നല്ലോണം കിട്ടി. അതിൻ്റെ അമ്മ പകുതി കേട്ടപ്പോൾ, അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതെൻ്റെ ഒരു ഭാഗ്യം തന്നെയായിരുന്നു. ഇല്ലെങ്കിൽ അറിയാലോ അവസ്ഥ. അപ്പം അതിടയിൽ കയറി ഈ മാലാരിയും കഴുത്തിലത്തെ രക്ഷയുടെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അതിനെന്തോ മനസ്സിലായിട്ട് അത് ചോദിച്ചു മോളോട് എന്താ പറയണേന്ന്. അപ്പം അവൾ പറയുകയും ചെയ്തു, അതെൻ്റെ അമ്മയും അമ്മാമ്മയും അപ്പൻ്റെ അമ്മ ഫാദറിൻ്റെ അമ്മ അവരൊക്കെ കൂടി കെട്ടണതാണ്, എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അതിലെന്തോ ഒരു ഇത് തോന്നിയിട്ട് അത് ചോദിച്ചപ്പോഴേക്കും അത് കിടന്ന് ഓലിടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ അമ്മയും നിൻ്റെ അമ്മാമ്മയും നിൻ്റെ മറ്റാരുമല്ല നിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത്. നിൻ്റെ ഗോഡ് നിന്നെ ക്രിയേറ്റ് ചെയ്ത ഗോഡിനെ ഇഷ്ടപ്പെടേണ്ടതും ആ ഗോഡിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടതും നിൻ്റെ കടമയാണ്. അവരിവരും പറയുന്നത് കേട്ടിട്ട് ഉള്ള ലൈഫ് ഒരിക്കലും ആവരുത്. നമ്മുടെ ഫെയ്ത്ത് എന്തിലാണ് ഇരിക്കുന്നത്? നമ്മുടെ ഫെയ്ത്ത് ഒരു ഗോഡിലാണ്, ലിവിങ് ഗോഡിലാണ്. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പിന്നെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ എൻ്റെ വാക്കിങ്ങിന് പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഡിസ്ചാർജ് കിട്ടാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കാലൊക്കെ ഞാൻ നന്നായി നടന്നു തുടങ്ങി. 2-3 ദിവസമായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് ഡിസ്ചാർജ് തരുന്നില്ല ഡോക്ടർ. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇന്നലെ രാത്രി ഞാനിങ്ങനെ കണ്ടു, ഇത് ദൈവം എനിക്ക് തന്ന ഓപ്പർച്യൂണിറ്റിയാണ്, ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഡിസ്ചാർജ് കിട്ടാത്തതെന്ന് തോന്നുന്നുണ്ട്. നാളെ ചിലപ്പോൾ നമുക്ക് ഡിസ്ചാർജ് കിട്ടും, ദൈവത്തിൻ്റെ പദ്ധതി ഇവിടെ കഴിഞ്ഞെങ്കിൽ നമുക്ക് നാളെ ഡിസ്ചാർജ് കിട്ടിയിരിക്കും എന്ന് പറഞ്ഞു.
അങ്ങനെ നടന്നു. പിറ്റേ ദിവസം പിന്നെ ഞാൻ പറഞ്ഞിരുന്നു അവളോട്, മരുന്ന് കയറ്റുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കരുത്. അവൾക്ക് 24 hours കീമോണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് ഫുൾ ഹാപ്പി ആയിട്ടിരിക്കാനും പറഞ്ഞിരുന്നു. അവളുടെ വിഷമം അതാണ്, ഇത്രയും ചെറുപ്പത്തിൽ അവൾക്ക് അസുഖമായി. അവൾ കോളേജിലെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരും കൂടെ നടക്കേണ്ട സമയമാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നത്. അതാണ് പറയുന്നത്. അതിനപ്പുറം ആ കുട്ടിക്ക് വിഷമം അതിനെക്കുറിച്ചിട്ടല്ല, വേദനകളെ കുറിച്ചിട്ടല്ല, കൂടുതലും മാനസികമായിട്ടുള്ള അസുഖമാണ്. അപ്പം അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഇതുപോലെ വാക്കിങ്ങിന് ഇറങ്ങിയപ്പോൾ അവൾ ഹായ് എന്നും പറഞ്ഞ് അവൾ എനിക്കൊരു പിക്ചർ അവളുടെ മേശാന്ന് നിൽക്കുന്നത് കാണിച്ചൊരു യേശുവിൻ്റെ കൈ വിടർത്തിയിട്ടുള്ളൊരു, നമുക്ക് സ്ഥിരം കാണുന്നതാണ്. അതവിടുത്തെ CMCയിലുള്ള ബുക്ക് സ്റ്റാളുണ്ട്, ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് അവളുടെ ഫാദറിനെ വിട്ടിട്ട്, ഫാദർ വന്നപ്പോൾ രാവിലെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ആ ഒരു പിക്ചർ. അതവളുടെ മേശാമിരിക്കുകയാണ്, അതാണ് കാണിച്ചു തരുന്നത്. അത്രയും പവർഫുള്ളാണ് എൻ്റെ ജീസസ്. അത്രയും പവർഫുള്ളായിട്ട് എന്നെ ഉപകരിച്ചു, എന്നെ ഉപയോഗിക്കുകയാണ്. ചില സ്ഥലത്ത് മാത്രം, എല്ലാവരോടില്ല, ചില സ്ഥലത്ത്. ഇത് ഞാൻ കണ്ടു. അപ്പോൾ അവളുടെ ഫാദർ ഹാപ്പിയാണ്, അമ്മ ഹാപ്പിയല്ല. ഫാദർ ഹാപ്പിയാണ്, കാരണം മോള് സന്തോഷമായി, മോൾക്ക് ഹാപ്പിനെസ് വന്നു. ആ ഫാദർ എന്നോട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇന്ന് നമുക്ക് ഡിസ്ചാർജ് ഉണ്ടാവും കേട്ടോ, നോക്കിക്കോ എന്നും പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് സിസ്റ്റേഴ്സ് പതുക്കെ പറഞ്ഞു തുടങ്ങി, ക്യൂൻസി ഇന്ന് ഡിസ്ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വന്നപ്പോൾ പറഞ്ഞു, ഇന്ന് നിനക്ക് ഡിസ്ചാർജാണ്. അങ്ങനെ ആ ഒരു ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. ദൈവത്തിൻ്റെ പദ്ധതി അവിടെ നടത്താനുള്ളൊരു എൻ്റെ ഒരു കിടപ്പായിരുന്നു. അവിടെ ഒരു ഡെങ്കു ഫീവറും തന്ന്, ഒരു വേദനയും തന്ന്, ആ വേദന മാറിയിട്ട് വേറൊരാളെ കാണുന്നു. അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ദൈവം തന്നു. ഇത്രയും ഇന്ന് പറയുന്നു. ഹോസ്പിറ്റൽ ആയതുകൊണ്ടും പിന്നെ പുറത്ത് ഭയങ്കര ട്രാഫിക്കിൻ്റെ സൗണ്ടുണ്ട്, ഡിസ്റ്റർബ്ഡാണ്. എങ്കിലും എനിക്കിത് പറയാതെ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ ദൈവം തരുന്ന ചാൻസ് അത് ഞാൻ വേറെ ഒന്നിനും ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇതിലേക്ക് വരാൻ, ഈ വീഡിയോ ചെയ്യാനാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അത് ദൈവനാമ മഹത്വത്തിനായിട്ട് തീരട്ടെ, എന്നിലൂടെ എല്ലാവരും എൻ്റെ ദൈവത്തെ കാണട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ വിഷയം നിർത്തുന്നു.